എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ, കമുങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂർ ബൈപ്പാസ് ആദ്യഘട്ട നിർമ്മാണത്തിന് ടെൻഡറായി. പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീറിനെ നേരിൽ കണ്ട് ആര്യാടൻ ഷൗക്കത്ത് എം.എൽ.എ നടത്തിയ ചർച്ചയാണ് ബൈപ്പാസിന്റെ ടെൻഡർ നടപടി അതിവേഗത്തിലാക്കിയത്. നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിന് ടെൻഡറായി. കെഞ്ചി റോഡിൽ OCK പടി മുതൽ പട്ടരാക്ക വരെ 2.460 കിലോമീറ്റർ റോഡ് നിർമ്മാണം, ജംഗ്ഷൻ നവീകരണം, ബസ് ബേ എന്നിവകളടക്കം 27.79 കോടിക്കാണ് ടെൻഡറായത്. ജൂൺ 22-ന് ടെൻഡർ തുറക്കും. കരാർ ലഭിക്കുന്നവർക്ക് ഉടനടി നിർമ്മാണം ആരംഭിക്കാം. ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം നൽകിക്കഴിഞ്ഞതോടെ ഒന്നാം ഘട്ട ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കുന്ന മുറയ്ക്ക് തന്നെ രണ്ടാം ഘട്ടത്തിനും ടെൻഡർ നടപ്പിലാകും. 35 മീറ്റർ വീതിയിൽ ദേശീയപാത നിലവാരത്തിൽ 4 വരി പാതയാണ് ബൈപ്പാസ് വരുന്നത്. റോഡിനോട് ചേർന്ന് നടപ്പാതയും സൈക്കിൾ ട്രാക്കും ഉണ്ടാകും. അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയിൽ നിലമ്പൂരിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നിലമ്പൂർ ബൈപ്പാസിന് 2015-ൽ UDF സർക്കാർ ഭരണാനുമതി നൽകി നിർമ്മാണം ആരംഭിച്ചെങ്കിലും എങ്ങുമെത്തിയിട്ടില്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ 227.18 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ആദ്യഘട്ടത്തിന് സാങ്കേതികാനുമതിയുമായി. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനായില്ല. ഭരണാനുമതിയിൽ ബൈപ്പാസിനുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുത്ത ശേഷമേ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ പറഞ്ഞുള്ള ധനവകുപ്പിന്റെ തടസ്സവാദമായിരുന്നു വെല്ലുവിളി. സാങ്കേതിക തടസ്സങ്ങൾ മറികടന്നാണ് ഇപ്പോൾ ടെൻഡറായത്. KNG റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി OCK പടി മുതൽ വെളിയംതോട് വരെ 6 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് നിർദ്ദിഷ്ട നിലമ്പൂർ ബൈപ്പാസ്. പട്ടരാക്ക വരെയുള്ള ബൈപ്പാസിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായാൽ തന്നെ നിലമ്പൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമാവും. നിലമ്പൂർ നഗരത്തിന്റെ തിരക്കിൽ പ്രവേശിക്കാതെ KNG റോഡിൽ നിന്നും ബൈപ്പാസ് വഴി ചക്കാലക്കുത്തിലൂടെ പൂക്കോട്ടുംപാടം, കാളികാവ്, ചുങ്കത്ര, എടക്കര ഭാഗങ്ങളിലേക്ക് പോവാം. ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികൾക്കും പാത അനുഗ്രഹമാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.